Heat capacity is the quantity of heat required to raise the temperature of a substance by 1 degree Celsius. ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓരോ സബ്സ്റ്റൻസിൻ്റെയും ഹീറ്റ് കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ Q is equal to C delta T എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈഡ് ആൻഡ് C ക്യാപിറ്റൽ ലെറ്റർ C ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ ആണ്. അതേപോലെ ഡെൽറ്റ T ഈസ് ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈക്വൽ ടു 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ, അതായത് ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ Q ഈസ് ഈക്വൽ ടു C ആയിരിക്കും. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി വെൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഡെൽറ്റ T. അത് വെച്ചാണ് അതിൻ്റെ ഡെറിവേഷൻ ഉണ്ടാക്കുന്നത്, ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ വെൻ C ഈസ് ലാർജ്, ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ എ ഗിവൺ എമൗണ്ട് ഓഫ് ഹീറ്റ് റിസൾട്ട്സ് ഇൻ ഓൺലി എ സ്മോൾ ടെമ്പറേച്ചർ റൈസ്. നമ്മൾ വളരെ വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലും ടെമ്പറേച്ചർ ചേഞ്ച് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് വാട്ടർ ഹാസ് എ ലാർജ് ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ. വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലോട്ട് ഓഫ് എനർജി ഈസ് നീഡഡ് ടു റൈസ് ഇറ്റ് ടെമ്പറേച്ചർ. ഒരുപാട് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ ചെറിയൊരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് നമ്മളൊരു മെറ്റൽ പീസും അല്ലെങ്കിൽ ഒരു അയണിൻ്റെ പീസും അതേപോലെയുള്ള ഒരു വുഡൻ്റെ പീസും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിലും ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ റൈസ് രണ്ടിനും ഡിഫറൻ്റ് ആയിരിക്കും. വുഡിൽ വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവുള്ളൂ, അതേ സമയത്ത് അയൺ ബാറിൽ വളരെ കൂടിയ ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. അതിനുള്ള കാരണം വുഡിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ വളരെ കൂടുതലും അയണിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ വളരെ കുറവായതുകൊണ്ടാണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് required to rise the temperature of 1 mole of a substance by 1 degree Celsius. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയാണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. യൂണിറ്റ് മാസ്, അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 ഡിഗ്രി കെൽവിൻ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മോളാർ ഹീറ്റ് കപ്പാസിറ്റിയെ CM എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. CM ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി C ഡിവൈഡഡ് ബൈ N. N is the number of moles and Cm is equal to capital C heat capacity by number of moles. അതിൻ്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്നുള്ളതാണ് ഇതിൻ്റെ യൂണിറ്റ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ Q is equal to C into M into delta T എന്നുള്ളതാണ്. അപ്പോൾ അവിടെ Q is equal to C into M into delta T. അപ്പോൾ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, M മാസ്, ഡെൽറ്റ T ടെമ്പറേച്ചർ ചേഞ്ച്. അവിടെ മാസ് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം യൂണിറ്റ് മാസ് ആവുക, ഡെൽറ്റ T 1 ഡിഗ്രി സെൽഷ്യസ് ആവുക. അപ്പോൾ Q is equal to C. C is the സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിൽ നിന്നാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ പറയുന്നത്. Heat capacity at constant pressure is denoted as Cp and specific heat capacity at constant volume is denoted as Cv. And the relationship between Cp and Cv. At constant volume, this heat capacity C is denoted as Cv and at constant pressure the heat capacity is denoted by Cp. ഈ CPയും CVയും അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP മൈനസ് CV ഈക്വൽ ടു R എന്നാണ്. CPയും CVയും തമ്മിലുള്ള ഡിഫറൻസ് എന്തിന് ഈക്വലാണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിന് ഈക്വലാണ്. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഹീറ്റ് കപ്പാസിറ്റി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്നാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും
ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ദിസ് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അതിനുള്ള കാരണം മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 മോൾ സബ്സ്റ്റൻസിൻ്റെ ആണ്. അതേപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ആണ്. അവിടെ ക്വാണ്ടിറ്റി ഫിക്സഡ് ആണ്. അതുകൊണ്ട് ദീസ് വാല്യൂസ് ആർ ഇൻഡിപെൻഡൻ്റ് ഓൺ ദി amount of substance. Therefore, molar heat capacity and specific heat capacity are intensive properties, but heat capacity is an extensive property. നമുക്കറിയാം QP, quantity of heat transferred at constant pressure, is equal to CP delta T. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് QP is equal to delta H ആണ്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ QP is equal to CP delta T equal to delta H എന്ന് കിട്ടും. മുകളിലെ ഇടത് ഭാഗത്ത് കൊടുത്ത ഇക്വേഷൻ. വലതുഭാഗത്ത് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. QV ഈക്വൽ ടു CV ഡെൽറ്റ T. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് QV ഈക്വൽ ടു ഡെൽറ്റ U ആണ്. അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. CP ഡെൽറ്റ T ഈസ് ഈക്വൽ ടു ഡെൽറ്റ H എന്നും QV ഈക്വൽ ടു CV ഡെൽറ്റ T ഈസ് ഈക്വൽ ടു ഡെൽറ്റ U എന്നും. Where the difference between CP and CV for 1 mole of an ideal gas. ഒരു മോൾ ഐഡിയൽ ഗ്യാസിന് CPയും CVയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഓഫ് 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ്. 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസിനുള്ള എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V, അല്ലെങ്കിൽ ഡെൽറ്റ ഇൻറ്റു PV എന്ന് എഴുതാം. 1 മോൾ ഓഫ് ഗ്യാസിൻ്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു RT ആണ്. ദെൻ ആ PVക്ക് പകരം നമ്മൾ RT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ PV എന്നുള്ളത് എന്തായിട്ട് മാറും? ഡെൽറ്റ RT എന്നായിട്ട് മാറും. അപ്പോൾ ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ RT. നമുക്ക് R ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ RT എന്നുള്ളതിൽ R കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അതിന് ചേഞ്ച് വരില്ല. അപ്പോൾ എന്തിനു മാത്രമേ ഡെൽറ്റ RTയിൽ എന്തിനു മാത്രമേ ചേഞ്ച് വരുള്ളൂ? ടെമ്പറേച്ചറിന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് R ഡെൽറ്റ T എന്നാവും ആ ഇക്വേഷൻ. ഡെൽറ്റ H നമുക്കറിയാം, ഡെൽറ്റ H ഈസ് ഈക്വൽ ടു CP ഡെൽറ്റ T എന്ന് മുകളിലുണ്ട്. അതേപോലെ ഡെൽറ്റ U ഈസ് ഈക്വൽ ടു CV ഡെൽറ്റ T എന്നാണ്. അപ്പോൾ ഡെൽറ്റ Hന് പകരം നമ്മൾ CP ഡെൽറ്റ T എന്ന് കൊടുത്തു, ഈക്വൽ ടു ഡെൽറ്റ യുവിന് പകരം CV ഡെൽറ്റ T എന്ന് കൊടുത്തു, പ്ലസ് R ഡെൽറ്റ T. സിൻസ് ഡെൽറ്റ T ഈക്വൽ ടു 1, നമ്മൾ ഡെൽറ്റ T 1 ആണെന്ന് സങ്കല്പിക്കുകയാണ്, കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ CP ഇൻറ്റു ഡെൽറ്റ T CP ആയിട്ട് മാറും, CV ഡെൽറ്റ T CV ആയിട്ട് മാറും, R ഡെൽറ്റ T R ആയിട്ട് മാറും. ദെൻ CP ഈസ് ഈക്വൽ ടു CV പ്ലസ് R. അപ്പോൾ CV ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ CP minus CV equal to R. The difference between the heat capacity at constant pressure and heat capacity at constant volume will be a constant that is called universal gas constant R. അതാണ് CPയും തമ്മിലുള്ള റിലേഷൻ. Measurement of delta U internal energy change and delta H enthalpy change by using calorimetry technique. കലോറിമെട്രിക് ടെക്നിക്ക് ഉപയോഗിച്ച് ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും മെഷർ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ മെഷർമെൻറ്റ് ആർ മെയ്ഡ് അണ്ടർ 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. 2 കണ്ടീഷൻസിലാണ് ഈ മെഷർമെൻറ്റ് നടക്കുന്നത്. ഒന്ന് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം QV, രണ്ടാമത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ QP. കലോറിമെട്രിക് ടെക്നിക്കിന് ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന പേര് കലോറിമീറ്റർ എന്നുള്ള ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, QV ഈസ് ഈക്വൽ ടു CV ഡെൽറ്റ T എന്നും അതേപോലെ QP ഈസ് ഈക്വൽ ടു CP ഡെൽറ്റ T എന്നുള്ളതും. അപ്പോൾ QV ഈസ് ഈക്വൽ ടു CV ഡെൽറ്റ T ഈസ് ഈക്വൽ ടു ഡെൽറ്റ U ആണ്. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മളിവിടെ ഈ ഒരു കലോറിമെട്രിക് ടെക്നിക്ക് ചെയ്യുന്നത്. അതായത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഈക്വൽ ടു QV ആണ്, അത് ദാറ്റ് ഈസ് ഈക്വൽ ടു CV ഡെൽറ്റ T. അതേപോലെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H ഈക്വൽ ടു QP ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു CP ഡെൽറ്റ T. ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഈ കലോറിമെട്രിക് ടെക്നിക്ക് ഉപയോഗിച്ച് മെഷർമെൻറ്റ് നടത്തുന്നത്. ഡെൽറ്റ യു മെഷർമെൻറ്റ്. ഈ ഡെൽറ്റ യു മെഷർമെൻറ്റ് നടത്തുമ്പോൾ ആ സെറ്റപ്പിൻ്റെ അല്ലെങ്കിൽ കലോറിമെട്രിയുടെ
ബോംബ് കലോറിമീറ്റർ എന്നാണ് പറയുക. ബോംബ് കലോറിമീറ്ററിൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് പ്രോസസ്സ് നടക്കുക. അതുകൊണ്ട് തന്നെ ആ കണ്ടെയ്നർ എന്തായിരിക്കും? ക്ലോസ്ഡ് കണ്ടെയ്നർ ആയിരിക്കും. ഈ ഇഗ്നിഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഏതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണോ മെഷർ ചെയ്യുന്നത്, ആ റിയാക്ഷൻ നടക്കുന്ന സംവിധാനം ഒരു ക്ലോസ്ഡ് വെസലായിരിക്കും. നമുക്ക് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന ഒരു ചേംബർ ഉണ്ട്, ക്ലോസ്ഡ് വെസൽ. അത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു ലിക്വിഡിൽ. ആ ലിക്വിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ നമുക്ക് അറിയുന്നുണ്ടാവും. അതിൽ ഒരു സ്റ്റെറർ ഉണ്ടാവും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ റിയാക്ഷൻ ചേംബറിൽ നിന്ന് വരുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് ആ ലിക്വിഡിൽ ട്രാൻസ്ഫർ ചെയ്യാൻ, പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെറർ ഉണ്ടാവും. അതേപോലെ ഡെൽറ്റ ടി മെഷർ ചെയ്യാൻ വേണ്ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു തെർമോമീറ്റർ ഉണ്ടാവും. A steel vessel is immersed in water bath to ensure that no heat is lost to the surroundings. A combustible substance is burned in pure oxygen supplied in a steel bomb. Heat evolved during the reaction is transferred to the water around the bomb and its temperature is monitored. ഒരു സ്റ്റീൽ വെസലാണ്, അതിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഏതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണോ മെഷർ ചെയ്യേണ്ടത്, ആ റിയാക്ഷൻ നടക്കുന്നത് ആ വെസലിൻ്റെ ഉള്ളിലാണ്. ആ വെസൽ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ അറിയുന്ന ഒരു ലിക്വിഡ്, ഇവിടെ വാട്ടർ ബാത്താണ്, വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ നമുക്കറിയാം. അതിലേക്കാണ് അവിടെ നടക്കുന്ന ആ സ്റ്റീൽ വെസലിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റീൽ ബോംബിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ആ ലിക്വിഡിലൂടെയാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ആ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് ആ വാട്ടറിലേക്ക്, സറൗണ്ട് ചെയ്ത് കിടക്കുന്ന വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ചാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. സിൻസ് ദ ബോംബ് കലോറിമീറ്റർ ഈസ് സീൽഡ് ഇറ്റ്സ് വോളിയം ഡസ് നോട്ട് ചേഞ്ച്. ആ ബോംബ് കലോറിമീറ്റർ സീൽ ചെയ്തതായതുകൊണ്ട് അതിൽ വോളിയം ചേഞ്ച് ചെയ്യില്ല, വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദി എനർജി ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ദി റിയാക്ഷൻ ആർ മെഷേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ നോക്കുക, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. അപ്പോൾ ക്യു വി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. സി വി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് ആ വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ നമുക്കറിയാം, സി വി നമുക്കറിയാം. ഡെൽറ്റ ടി നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ച് ആ വാട്ടറിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് അത് മെഷർ ചെയ്യും. അപ്പോൾ ആ സി വി ഡെൽറ്റ ടി മൾട്ടിപ്ലൈ ചെയ്ത്, സി വിയും ഡെൽറ്റ ടിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു വി കിട്ടും. ക്യു വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്കങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഡെൽറ്റ യു വാല്യൂ കലോറിമെട്രിക് ടെക്നിക് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത്. ദീസ് കണ്ടീഷൻസ് നോ വർക്ക് ഈസ് ഡൺ ആസ് ദി റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം ഇൻ ദി ബോംബ് കലോറിമീറ്റർ. ബോംബ് കലോറിമീറ്ററിൽ ഒരു വർക്ക് നടക്കുന്നില്ല. എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ? ആ ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ നടക്കുകയുള്ളൂ. കോൺസ്റ്റൻറ്റ് വോളിയത്തിലായതുകൊണ്ട് നോ വർക്ക് ഡൺ. കാരണം ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ആണ്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ പി ഡെൽറ്റ വി വർക്ക് ഡണ്ണും 0 ആയിട്ട് മാറും. ടെമ്പറേച്ചർ ചേഞ്ച് ഓഫ് ദി കലോറിമീറ്റർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി കംപ്ലീറ്റഡ് റിയാക്ഷൻ ഈസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു ക്യു വി ബൈ യൂസിങ് നോൺ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി കലോറിമീറ്റർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ഇക്വേഷൻ. ക്യു ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. സി വി നമുക്കറിയാം, അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ നമുക്കറിയാം, ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ നമ്മൾ ക്യു ഇസ് ഈക്വൽ ടു സി എം ഡെൽറ്റ ടി, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ക്യു വി ഇസ് ഈക്വൽ ടു സി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു എം മാസ് ഓഫ് ലിക്വിഡ് ഇൻറ്റു ഡെൽറ്റ ടി. ഇത് വെച്ച് നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മെഷർ ചെയ്യാൻ പറ്റും. എച്ച് മെഷർമെൻറ്റ് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് മെഷർമെൻറ്റ്. നമുക്ക് ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ വെസലിലാണ് റിയാക്ഷൻ നടത്തുന്നത്. അതിൽ നോൺ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ ഉള്ള ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ആ ലിക്വിഡിലാണ് റിയാക്ഷൻ നടക്കുക. ഒരു സ്റ്റിറർ ഉണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ ടി മെഷർ ചെയ്യാൻ വേണ്ടി ഒരു തെർമോമീറ്ററും വെച്ചിട്ടുണ്ട്. ഓപ്പൺ വെസലിലായതുകൊണ്ട് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യു പി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യു പി. ക്യു പി ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ ക്യു പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു സി പി ഡെൽറ്റ ടി എന്നാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും ഹീറ്റ് കപ്പാസിറ്റി വാല്യൂവും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Heat absorbed or evolved QP at constant pressure is also called enthalpy change അല്ലെങ്കിൽ heat of reaction or enthalpy of a reaction. The exothermic reaction ആണെങ്കിൽ ഹീറ്റ് പുറത്തു വിടും and system loses heat to the surroundings. അതേപോലെ QP will be negative, quantity of heat transferred negative ആയിരിക്കും, delta H will be also negative. Similarly in endothermic reaction heat is absorbed. Endothermic reaction receive ചെയ്യാണ് ചെയ്യുക, സിസ്റ്റം റിസീവ് ചെയ്യാണ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിയാക്ഷൻ മിക്സർ ഹീറ്റ് റിസീവ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് QP is positive and delta H will be positive. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഡെൽറ്റ എച്ച് വാല്യൂ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതിൽ നമ്മൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു CP ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ വെച്ചാണ് നമ്മൾ എൻതാൽപ്പി ചേഞ്ച് ഈ കലോറിമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, ഓപ്പൺ വെസലിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, പ്രഷർ ചേഞ്ച് ചെയ്യൂല. അപ്പോൾ നമുക്ക് ഒരു നോൺ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂ ഉള്ള ലിക്വിഡാണ് എടുത്തത്. അപ്പോൾ നമുക്കതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം, CP നമുക്കറിയാം. പിന്നെ തെർമോമീറ്റർ ഉപയോഗിച്ച് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് കിട്ടും. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻതാൽപ്പി ചേഞ്ച് കിട്ടും. എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ RH അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര് റിയാക്ഷൻ എൻതാൽപ്പി എന്നാണ്. ദി എൻതാൽപ്പി ചേഞ്ച് അക്കമ്പനിയിങ് എ റിയാക്ഷൻ ഈസ് കോൾഡ് റിയാക്ഷൻ എൻതാൽപ്പി. ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ RH ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് റിയാക്റ്റൻറ്റ്. പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പിയുടെ സമ്മിൽ നിന്നും റിയാക്റ്റൻറ്റിൻ്റെ എൻതാൽപ്പിയുടെ സമ്മ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി കിട്ടും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസ്. The standard enthalpy of reaction is the enthalpy change for a reaction when all the participating substances are in their standard state. ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പങ്കെടുക്കുന്ന എല്ലാ സബ്സ്റ്റൻസും അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത്തരം റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. Standard state of substance at a specified temperature is its pure form at 1 bar. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്സ്റ്റൻസ് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ പ്യുവർ ഫോമിലായിരിക്കണം, പ്രഷർ 1 bar ആയിരിക്കണം. സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആർ ഡിനോട്ടഡ് ബൈ ആഡിങ് ദി സൂപ്പർസ്ക്രിപ്റ്റ് V or 0 to the symbol delta H. ഡെൽറ്റ എച്ചിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സൂപ്പർസ്ക്രിപ്റ്റായിട്ട് ഡെൽറ്റ H 0 അല്ലെങ്കിൽ ഡെൽറ്റ H V എന്നാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫേസുകളാണ് നമ്മളിവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 3 ഫേസ് ട്രാൻസ്ഫോർമേഷൻസ്, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 ഫേസുകൾ തമ്മിൽ മാറ്റം വരുന്ന സമയത്ത് സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡ് ആവുക, സോളിഡ് ഗ്യാസ് ആവുക, ലിക്വിഡ് ഗ്യാസ് ആവുക, ലിക്വിഡ് സോളിഡ് ആവുക, ഗ്യാസ് ലിക്വിഡ് ആവുക. ഇത്തരത്തിലുള്ള ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്തുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻതാൽപ്പി ചേഞ്ച് ദാറ്റ് അക്കമ്പനീസ് മെൽറ്റിംഗ് ഓഫ് 1 mole ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ഇൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഓർ മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ ഫ്യൂസ് H0 എന്നാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mole സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു വേപ്പറൈസ് 1 mole ഓഫ് എ ലിക്വിഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് അണ്ടർ സ്റ്റാൻഡേർഡ് പ്രഷർ 1 bar ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓർ മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ മോളാർ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ 1 mole ലിക്വിഡ് അത് ഗ്യാസിയസ് സ്റ്റേറ്റിലേക്ക് 1 bar പ്രഷറിൽ മാറുന്ന സമയത്തുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ VAP വേപ്പർ എന്നുള്ളതിൻ്റെ ആദ്യത്തെ 3 ലെറ്റർ ഡെൽറ്റ
VAPH0 എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി എൻതാൽപ്പി ചേഞ്ച് in when 1 mole of solid substance sublimates at a constant temperature under standard pressure. ഒരു മോൾ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് പ്രഷറിലും കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുക. ഡെൽറ്റ സബ് H0 എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സബ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സബ്ലിമേഷൻ്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സാണ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ. ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി ഫോമേഷൻ ഓഫ് 1 mole of a compound from its elements in their most stable states of aggregation is called standard molar enthalpy of formation. ഇപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ കോമ്പൗണ്ട് അതിൻ്റെ എലമെൻസിൽ നിന്ന് ഉണ്ടാവുന്നതിനെ ഫോം ചെയ്യുന്ന സമയത്ത് എലമെൻസിൽ നിന്ന് ഫോം ചെയ്യുന്ന സമയത്ത് ആ എലമെൻറ്റ്സ് എങ്ങനെ ആയിരിക്കണം? ഇൻ ദെയർ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ. അത് എക്സിസ്റ്റ് ചെയ്യുന്നതിലെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള എലമെൻസിൽ നിന്ന് ഒരു മോൾ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്തുള്ള എൻതാൽപ്പി ചേഞ്ചിനെയാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ FH0 എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. തെർമോ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ യൂസിങ് സിംബൽസ് ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ടുഗദർ വിത്ത് ദി വാല്യൂ ഓഫ് ഡെൽറ്റ RH ഈസ് കാൾഡ് തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ കെമിക്കൽ ഇക്വേഷൻ്റെ കൂടെ അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദ കെമിക്കൽ ഇക്വേഷൻ വിത്ത് ഡെൽറ്റ H വാല്യൂ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് വാല്യൂ, ദാറ്റ് ഇസ് കോൾഡ് തെർമോ കെമിക്കൽ ഇക്വേഷൻ. കൺവെൻഷൻസ് റിഗാർഡിംഗ് തെർമോ കെമിക്കൽ ഇക്വേഷൻസ്. The coefficient in balanced chemical equation refers to the number of moles, never molecules of reactant and products involved in the reaction. ഈ ഒരു ബാലൻസ്ഡ് തെർമോ കെമിക്കൽ ഇക്വേഷനിലെ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മോളിക്യൂൾസിൻ്റെയും റിയാക്റ്റൻ്റ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2H2 + O2 എന്ന് പറഞ്ഞാൽ അവിടെ 2 ആ 2H2ൻ്റെ 2 ആണ് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസിനെയാണ്, അല്ലാതെ നമ്പർ ഓഫ് മോളിക്യൂൾസിനല്ല. ദി ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഡെൽറ്റ RH റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ് സ്പെസിഫൈഡ് ബൈ ആൻ ഇക്വേഷൻ. ഇക്വേഷനിൽ സ്പെസിഫൈ ചെയ്ത അത്രയും മോൾസിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് ഡെൽറ്റ RH റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ RH0 വിൽ ഹാവ് യൂണിറ്റ് ആസ് കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്.